ശരി നിക്കടാ, ആരോടെ ഇഷ്ടടാ അകത്ത് കയറിയിരിക്കുന്നേ? ആ ഇറങ്ങിപ്പോയവനെ മനസ്സുരുക്കി ശപിക്കാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചോ. നിശാന്തേട്ടാ, എന്നാ ഉണ്ട്? എനിക്ക് വണ്ടി ഒന്ന് തരുമോ? നാളെ അമ്മയെ കൊണ്ടൊന്ന് പുറത്തു പോകാനാ. പിന്നെന്താ, ഞാൻ ചാവി എടുത്തോണ്ടാടാ, നീ ഒന്ന് അകത്ത് കയറിയിരിക്കും. ഓഫീസിൽ നീ കയറിയിരിക്കും, ഒന്ന് സംസാരിക്കും. ശരി നിക്കടാ, ആരോടെ ഇഷ്ടടാ അകത്ത് കയറിയിരിക്കുന്നേ? നിശാന്തേട്ടൻ വണ്ടി തരാന്ന് പറഞ്ഞു. വണ്ടിയോ? നിനക്കെന്താ ഇവിടെ വണ്ടിയൊന്നും ഇല്ല. നിന്റെ തന്ത പോലെ ഈ പടിക്കിപ്പറ കയറിയിട്ടില്ല. ഒന്നര അവൻ അകത്ത് കയറിയിരിക്കുന്ന നാശം. നിന്നെ പോലെയുള്ള താമജാതിക്കാർക്ക് കയറി നിരങ്ങാനല്ല ഞാൻ എന്റെ മോന് വണ്ടി വാങ്ങിച്ചു കൊടുത്തേ. ചേർക്കടാ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. പോയെ എനിക്കറിയത്തില്ല. പറഞ്ഞു. ഞാനെന്ത് പറയാനാ? അല്ലേ തന്നെ നീ എന്തിനീ കണ്ണി കണ്ടവന്മാരെയൊക്കെ വീട്ടിൻ്റെ അകത്ത് വിളിച്ച് കയറ്റുന്നത്? ഒരു ഇങ്ങനെ ഇല്ലാത്ത ജാതി. നാളെ തന്നെ അമ്പലത്തിലൊന്ന് പോയിട്ട് പുണ്യാകം വാങ്ങിച്ച് തെളിക്കണം. അമ്മ എന്ത് പണിയാ കാണിച്ചത്? അമ്മക്ക് നാണമില്ല ജാതി പറയാൻ. അമ്മ പോകുന്ന അമ്പലത്തിലെ ദൈവത്തിന്റെ ജാതി ഏതാന്ന് അമ്മയ്ക്കറിയാമോ? എല്ലാം പോട്ടെ, ഒരു 6 മാസം മുമ്പ് അമ്മ ഒരു ഹേർട്ട് ഓപ്പറേഷൻ ചെയ്തില്ലേ? അത് ചെയ്ത ഡോക്ടറിന്റെ ജാതി ഏതാന്ന് അമ്മയ്ക്കറിയാമോ? ഇല്ലല്ലോ. എന്നിട്ടും അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? കഷ്ടമുണ്ടമ്മേ. ആ ഇറങ്ങിപ്പോയവനെ മനസ്സുരുക്കി ശപിക്കാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചോ.